സ്പോർട്സ് വകുപ്പാണ്. സ്പോർട്സ് വകുപ്പിന് മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിരിക്കുന്നത് സൗബിക്കനാണ്, സൗബിൻ ഷാഹിർ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നിൽ കൃത്യമായിട്ടുള്ളൊരു വകുപ്പിനാണ് അവർ ഏർപ്പാടാക്കി തന്നിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റ പഞ്ചായത്തിലും ഗ്രൗണ്ടുകളില്ല. പിന്നെ എങ്ങനെയാണ് കായികം നമുക്ക് ഇത്ര ഊർജ്ജസ്വലമാക്കാൻ പറ്റാത്തത്? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഗ്രൗണ്ട് വീതം നമ്മൾ കൊടുക്കും. അത് കണ്ടവൻ്റെ പറമ്പായിരിക്കും, പക്ഷേ നമ്മളെ സർക്കാരിലേക്ക് ലയിപ്പിച്ച് ചേർക്കും. എന്നിട്ട് പുതിയ 5 കായിക ഇനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും. സാറ്റണിപ്പാത്ത്, കള്ളനും പോലീസും, വട്ടുകളി, ക്യാരംസ് കളി, ഇതെല്ലാം പറമ്പിൽ വെച്ച് കളിക്കണം. അങ്ങനെ ശക്തമായ ഒരു യുവതലമുറയെ ഉറവാക്കിയെടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതാണ് സൗബിക്കയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഇത് തിരിച്ചും ഫണ്ണായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൃഥ്വിരാജ് ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് എന്താണെന്ന് നോക്കാം. See, I am very happy to receive this wonderful ministry position. കാരണം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. എന്ത്? കയ്യിലൊരു ലാത്തിയുമായി ഒരു പറ്റം പോലീസുകാർ നിരന്നു പോകുന്നു. ആ ലാത്തിക്ക് പകരം ഞാൻ AK-47 കൊടുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും അണുബോംബുകളും ഉടൻ തന്നെ ഇറക്കുമതി ചെയ്തു. അതുകൊണ്ട് ഇതെല്ലാം പ്രാവർത്തികത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ എമ്പുരാന്റെ ഷൂട്ട് തീരണം. അതല്ലാതെ ഒരു പരിപാടി. പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആയിരിക്കും. ഇനി വിനയ് ഫോർട്ട്, പുള്ളി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഫിഷറീസ് എന്ന് പറയുമ്പോൾ മീനുകൾ എങ്ങനെ ഉണ്ടാവും? കാരണമുള്ള തോടുകളും കനാലുകളും മുഴുവൻ മാലിന്യമായി തള്ളിക്കിറക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നീരുറവ കൃത്യമാക്കാൻ വേണ്ടി നമുക്ക് ഈ കനാലുകളെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിഴക്കൻ മേഖലയും തെക്കൻ മേഖലയും 2ആക്കി വിഭജിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖല കനാലുകളും തോടുകളും വൃത്തിയാക്കാൻ അലിൻ ജോസ് പെരേരയും തെക്കൻ മേഖല വൃത്തിയാക്കാൻ സന്തോഷ് വർക്കിയെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ നീരുറവകൾ കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കട്ട്ല, അയല, സിലോപ്പി തുടങ്ങിയ മീനുകളാണ് ലൈവായിട്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞതിന് ഡിമാൻഡ് പോയി. അപ്പം എൻ്റെ പുതിയ പരീക്ഷണം ഞാൻ നടത്താൻ പോവാണ്. എന്താണ്? പ്രാരംഭഘട്ടത്തിൽ ഞാൻ പ്രാരംഭഘട്ടത്തിൽ വരാലും കുഞ്ഞുങ്ങളെ ഇറക്കി വിടും. കായലിലോട്ടും പുഴലോട്ടും ഞാൻ ഇറക്കി വിടും. 2ാം ഘട്ടത്തിൽ വെള്ളക്കുരി, മഞ്ഞക്കുരി എല്ലാവരും കഴിക്കട്ടെ, അതിനെ ഇറക്കി വിടും. 3ാം ഘട്ടത്തിൽ ഐക്കോണിക് വൺ എന്താണ് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഏത് മീനായിരിക്കും ഞാൻ ഇറക്കുക എന്നുള്ളത്? നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന നസീർക്ക, നമ്മൾക്ക് കോട്ടയംകാരാണ്, നമുക്ക് ആ പേര് കൃത്യമായിട്ട് അറിയാം. അണ്ടികള്ളി എന്ന് പറഞ്ഞ മീനെ നമ്മൾ ഇറക്കും. ത്രൂ ഔട്ട് ഇറക്കി വിടും. ഈ മീനുകൾ വളർന്ന് വലുതായി അന്യ സംസ്ഥാനത്തേക്ക് കയറ്റി അയച്ച് ഫ്യൂച്ചറിൽ നമ്മുടെ വരാലും കുഞ്ഞുങ്ങളെയും നമ്മുടെ മഞ്ഞക്കൂരിയെയും കാത്തു നിൽക്കുന്ന ഒരു യുവതലമുറ ഈ കേരളത്തിൽ ഞാൻ സൃഷ്ടിച്ചെടുക്കും. ഇതാണ് എൻ്റെ ഫിഷറീസിന്റെ പ്ലാൻ. ഇതാണ് പറയുക. ഇതൊക്കെ കേട്ടിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അല്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത്രയും മോശമായൊരു മന്ത്രിസഭ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. നസീറൊക്കെ കേട്ടില്ലേ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ഇവിടെ വിളമ്പുന്നത്? 2 മണ്ടന്മാരെ വിട്ടിട്ടാണോ കേരളത്തിൻ്റെ തെക്കേറ്റവും കിഴക്കേറ്റവും നന്നാക്കേണ്ടത്? ആണോ? ഇവിടെ വെള്ളമില്ല. തമിഴ്നാട് നന്നാലേ വെള്ളം ഇവിടെ വരുള്ളൂ. അയാൾ പറഞ്ഞു കേട്ടില്ലേ? വേറൊരുത്തൻ്റെ ആനയെ കാട്ടിലെ രാജാവാക്കാൻ. അപ്പം കാട്ടിലുറക്കുന്നതാ ഒന്നും പറയാനില്ലേ? ഞാൻ പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും കുഴപ്പം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ വാ തുറന്നിരുന്നാൽ പറ്റില്ല. നിവിൻ പോളി, നിങ്ങൾ എന്തെങ്കിലും പറയൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിലവാരമുള്ള നല്ല മന്ത്രിസഭ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാ ഇങ്ങോട്ടേ കിട്ടിയത്. ഇതിനകത്ത് വന്നപ്പോ ഇവിടെ എന്താ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പട്ടികളെ.